ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കോഴിക്കോടേക്കുള്ള യാത്ര പാർട്ട് 2 ആണ് കേട്ടോ, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഞങ്ങൾ ചട്ടിച്ചോറൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ കാഴ്ചയാണ് കണ്ടത്. ഒരു വിൻറ്റേജ് വൈബ് കാറ്. ഞങ്ങൾ എല്ലാവരും വീഡിയോ എടുത്തിട്ടോ, വണ്ടി കൂടെ പോകുന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ സമയപ്പം പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നും എല്ലാവരും പറയാം അടിപൊളി കോമ്പാണ്, പക്ഷേ ഇന്നേ വരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്തു വിത്ത് കോഫി. ആൻഡ് ഞാനൊരു ബൈറ്റ് എടുത്തു. എൻ്റെ പൊന്നൊരു രക്ഷയില്ല. പഴംപൊരി എന്ന് പറഞ്ഞാലേ ഇതാണ് പഴംപൊരി. നല്ല സോഫ്റ്റ് ബണ്ണ് പോലെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബീഫ് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം അരീക്കോട് എത്താനായപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഫ്രൂട്ട്സ് കട കണ്ടു. മോനെ എന്തൊരു അടിപൊളി ഫ്രൂട്ട്സ് ആയിരുന്നു അറിയാം അവിടെ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി, മാംഗോസ്റ്റൻ, റംബൂട്ടാൻ, പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത് അയാൾ മുറിച്ച് വന്ന് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്ട്രോബെറി വണ്ടിയിലിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. എല്ലാം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തന്നെ തീർത്തു. അതാണ് കേട്ടോ സത്യം. സ്ട്രോബെറി കഴിച്ചു നോക്കി. കളറൊന്നുമില്ല. സാധാരണ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നതിനൊന്നും മധുരം ഉണ്ടാവാറില്ല. ബട്ട് ഇറ്റ് വാസ് സോ സ്വീറ്റ്. നമ്മൾ ഒരിക്കലും ഒരു ബുക്കിനെ അതിൻ്റെ കവർ വെച്ച് ജഡ്ജ് ചെയ്യില്ല. ബിക്കോസ് ഇതിൻ്റെ കളർ കണ്ട് ഒട്ടും തോന്നുന്ന സ്വീറ്റാണ്. ബട്ട് ഇറ്റ് വാസ് റിയലി സ്വീറ്റ്. ആൻഡ് മാംഗോസ്റ്റിനാണ് കേട്ടോ നെക്സ്റ്റ് കഴിച്ചത്. ഇത് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു. പിന്നെ ഇത് മുറിച്ച് ഞാൻ ഫുള്ള് ജ്യൂസൊക്കെ കയ്യിലാക്കി. എന്നാലും ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. അറ്റ്ലാസ്റ്റ് ഞാനൊരു റംബൂട്ടാൻ കഴിച്ചു. അറ്റ്ലാസ്റ്റ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ഞാവൽപ്പഴം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വായിക്ക് എന്തോ ഒരു രുചിയായി കുറേ കഴിച്ചായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടാണിത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.